അവർ കൊട്ടാരം തീവയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പോകണ്ട എന്നാണോ പറയുന്നത്? പോകണം, എന്തായാലും പോകണം. സഹോദരന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അല്ല, തീവയ്ക്കുമ്പോൾ അവർ കൊട്ടാരത്തിനകത്താണ്. പക്ഷെ മരണപ്പെട്ടത് പുരോചനൻ മാത്രം. അവരെവിടെ? കൊട്ടാരത്തിനകത്ത് നിന്നും ഒരു തുരങ്കം ഞാൻ പണിയിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാസങ്ങളോളം അവർ ആ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ സഞ്ചാരം അവസാനിച്ചത് ഏകചക്ര എന്ന ഗ്രാമത്തിലായിരുന്നു. അവിടുത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവർ അഭയം പ്രാപിച്ചു. രാത്രി അത്താഴത്തിന് സമയമായി. അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് അവർക്കായി നൽകിയത്. എന്തോ ഒരു വിചിത്രത അവർ മണത്തു. പക്ഷേ അവരെ വിസ്മയിപ്പിച്ചത് വീട്ടുകാരുടെ ഭക്ഷണരീതി കണ്ടപ്പോഴായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. പിറ്റേ ദിവസവും അതേ രീതിയിൽ തന്നെയായിരുന്നു ഭക്ഷണക്രമം. പാണ്ഡവ സഹോദരങ്ങളെ വിശപ്പ് വിടാതെ പിന്തുടർന്നു. അതിഥി ആയതിനാൽ മാത്രം അവർ നിശബ്ദത പാലിച്ചു. അന്ന് രാത്രി പതിവ് പോലെ അവർ മയക്കത്തിലായി. എന്നാൽ അർദ്ധരാത്രിയിൽ ചില ശബ്ദങ്ങൾ അവരെ ഉണർത്തി. അവർ5 പേരും ഉണർന്നു. ജനലിലൂടെ അവർ പുറത്തേക്ക് നോക്കി. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ വീട്ടിലെ സ്ത്രീ പല പാത്രങ്ങൾ പുറത്തുകൊണ്ടുവയ്ക്കുന്നു. ഉടനടി അവർ ഗ്രഹത്തിനകത്തേക്ക് ഓടിക്കയറുന്നു. എന്നാൽ പാണ്ഡവന്മാരുടെ ഉറക്കം പൂർണ്ണമായും പോയത് ചുറ്റുമുള്ള വീടുകളിലേക്ക് നോക്കിയപ്പോഴാണ്. ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെയും മുൻപിൽ ഇതുപോലെ പാത്രങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. അവർക്കതൊരു അത്ഭുതമായി.